ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ടുഡേ ഞാൻ വായിച്ച ബുക്കുകളുടെ റിവ്യൂ വീഡിയോൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. ഇന്ന് ഞാൻ നമ്മുടെ മലയാള ബാലസാഹിത്യത്തിലെ എന്നും തിളങ്ങി നിൽക്കുന്ന രചനയായ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന നോവലിൻ്റെ റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. ഞാനത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത് എൻ്റെ 4ാം ക്ലാസ്സാണ് കേട്ടോ. കാരണം 4ാം ക്ലാസ്സിൽ മലയാളത്തിൽ എനിക്കിത് പഠിക്കാനുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിൽ ഇതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴൊക്കെ എനിക്ക് അതിൻ്റെ മുഴുവൻ കഥ ഉള്ള ബുക്ക് വേണമെന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അച്ഛൻ എനിക്ക് കുറച്ച് ബുക്കുകൾ മേടിച്ചുകൊണ്ട് തന്നു. അതിൽ ഈ ബുക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ ഇനി ഈ കഥയുടെ കാര്യത്തിലേക്ക് കടക്കാം. നമുക്ക് സ്നേഹബന്ധങ്ങളുടെ മഹത്വത്തിലേക്ക് നമ്മളെ കൈപിടിച്ചാനയിക്കുന്ന ഈ കഥയും ഇതിലെ ക്യാരക്ടേഴ്സും ബന്ധങ്ങളുടെയും സ്നേഹത്തിൻ്റെയും ആ ഒരു ആഴത്തെ വാക്കുകളിലൂടെ ലളിതമായും അതുപോലെ തന്നെ ഹാർട്ട് ടച്ചിങ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കേരളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്ന മുട്ടത്ത് വർക്കി രചിച്ച വളരെ മനോഹരമായിട്ടുള്ള ഒരു നോവലാണ് കേട്ടോ ഒരു കുടയും കുഞ്ഞുപെങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു കഥ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബുക്കുണ്ടല്ലോ, ആദ്യം ഞാൻ കണ്ടപ്പോൾ ഇത് കുറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പകുതി ദിവസം കൊണ്ട് തന്നെ ഞാനത് വായിച്ചു തീർത്തിട്ടോ. ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ഒരു സ്നേഹം ഭയങ്കരമാണ്. അത് എല്ലാ സ്നേഹത്തെക്കാളും വലുതും ഒരിക്കലും അവസാനിക്കാത്തതാണ്. അങ്ങനെ ഒരു സഹോദരീയ സ്നേഹം കാണിക്കുന്ന ഒരു കഥയാണ് കേട്ടോ ഇത്. ഈ കഥയിലുള്ളത് ഒരു ചേട്ടനും അനിയത്തിയാണ് കേട്ടോ. അവർ ആ ചേട്ടൻ്റെയും അനിയത്തിക്കുട്ടിയുടെയൊക്കെ ആ ഫീലിങ്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അവർക്ക് സങ്കടം വരുന്ന ചില സിറ്റുവേഷൻസൊക്കെ വരുമ്പോൾ നമുക്കും ചെറുതായിട്ട് അവരുടെ പോലെ സങ്കടം വരുന്നത് പോലെ തോന്നും. പിന്നെ ഈ കഥയൊക്കെ മിക്കവർക്കും അറിയാൻ പറ്റും. ആൻഡ് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.